വാഴക്കുളം പാരിയത്തുകാവ് ഒഴിപ്പിക്കലിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത്. അഭിഭാഷക കമ്മീഷൻ എത്തിയതിന് പിന്നാലെ നടപടി നാട്ടുകാർ തടഞ്ഞു. പ്രതിഷേധത്തിനിടെ 2 സ്ത്രീകൾ തലകറങ്ങി വീഴുകയും ചെയ്തു. സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹമുണ്ട്. അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, അഭിഭാഷക കമ്മീഷന്റെ നേതൃത്വത്തിലായിരുന്നല്ലോ നടപടി. എങ്ങനെയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായത്? വലിയ സംഘർഷാവസ്ഥയിലേക്ക് പോയോ? പിന്നീട് നിർത്തിവെക്കേണ്ടി വന്നുവോ നടപടിക്രമങ്ങൾ? എന്തൊക്കെയാണ് സംഭവിച്ചത് അരുൺ? പെരുമ്പാവൂർ വാഴക്കുളം പാരിയത്തുകാവിലെ 8 പട്ടികജാതി വിഭാഗത്തിലുള്ള കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് 9ാം തവണയാണ് അഭിഭാഷക കമ്മീഷന്റെ നേതൃത്വത്തിൽ ഇവരെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയത്. ഇത് സർക്കാർ പുറമ്പോക്കായിരുന്നു. ഈ പുറമ്പോക്കിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു സ്വകാര്യ വ്യക്തി കോടതിയിൽ സമീപിക്കുകയും സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ അനുകൂല ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിഭാഷക കമ്മീഷൻ ഇവിടെ ഒഴിപ്പിക്കലുമായി വന്നത്. പക്ഷേ ഇന്നും അവർക്ക് ഒഴിപ്പിക്കൽ നടത്താൻ കഴിഞ്ഞിരുന്നില്ല. നാട്ടുകാർ ഉൾപ്പെടെ സംഘടിച്ചുകൊണ്ട് ശക്തമായ പ്രതിരോധമാണ് തീർത്തത്. വലിയ തോതിലുള്ള പോലീസ് സന്നാഹങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നാട്ടുകാരുടെ പ്രതിഷേധത്തിന് മുന്നിൽ അഭിഭാഷക കമ്മീഷനും പോലീസും പിന്മാറുകയാണ് ഉണ്ടായത്. അഭിഭാഷക കമ്മീഷൻ സുപ്രീംകോടതി ഉത്തരവ് നടപ്പിലാക്കണമെന്നുള്ള ഒരു കർശന നിർദ്ദേശം പോലീസിന് നൽകിയിരുന്നു. പക്ഷേ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ബലപ്രയോഗത്തിലേക്ക് നീങ്ങില്ല. സ്ത്രീകൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് ഇവിടെ സംഘടിച്ചത്. ഇതിപ്പോ 9ാം തവണയാണ് ഇപ്പോൾ പിന്മാറുന്നത്. ഇനി നിങ്ങളുടെ മുന്നിലുള്ള വഴി എന്താണ്? ഇനി വഴി എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഒരിക്കലും ഇവിടെ താമസിക്കുന്ന പാവപ്പെട്ട കുടുംബത്തിന്റെ കൂടെയാണ്. അവർക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാനൊരു വാർഡ് മെമ്പറാണ്, ഇതൊരു വാർഡ് മെമ്പറാണ്. അപ്പോൾ ഞങ്ങൾ ഈ പാവങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രശ്നം നേരിടാൻ തയ്യാറാണ്. ഇപ്പം പല പ്രാവശ്യമായി ഈ പാവപ്പെട്ട കുടുംബത്തിലുള്ളവർ ജോലിക്ക് പോയി ജീവിക്കുന്നവരാ, കൂലിപ്പണിക്കാരാണ്. അവരെ ജീവിക്കാൻ പോലും അനുവദിക്കാതെയാണ് ഈ കമ്മീഷൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ഇവരെ കുടിയൊഴിപ്പിക്കാൻ വരുന്നത്. അത് എത്രത്തോളം വരുമെന്ന് നമുക്ക് എന്തായാലും കണ്ടറിയാം. ഞങ്ങൾ എന്തായാലും പിന്മാറില്ല. തീർച്ചയായിട്ടും ഇവർ ഇതിനിടയിൽ 2 കുടുംബങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതി 2 ആഴ്ച വിഷയം കേൾക്കാം, അവരുടെ ഹർജി കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 2 ആഴ്ചത്തേക്ക് തങ്ങൾക്ക് ഒരു ഇളവ് വേണം എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാർ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച ഒരു ആവശ്യം. പക്ഷേ അത് അഭിഭാഷക കമ്മീഷൻ കേൾക്കാൻ തയ്യാറായില്ല. അഭിഭാഷക കമ്മീഷൻ പറഞ്ഞത് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ഉത്തരവ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല, ഉത്തരവ് നടപ്പിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടുത്തെ താമസക്കാരാണോ? ആരുണ്ട് ഇതിനകത്ത്? അപ്പൊ നിങ്ങള് 9 തവണയായി ഒഴിപ്പിക്കാൻ വരും. നിങ്ങളുടെ പ്രതിഷേധത്തിൽ പിന്മാറുകയാണ്? മാറൂല. ഞങ്ങൾ ജനിച്ചു വളർന്ന മണ്ണാണ്. ഞങ്ങൾ ഇവിടുന്ന് മാറിയില്ല. ഞങ്ങൾ 6 തലമുറ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് 150 വർഷത്തിലായി. 19 ഏക്കർ 98 സെന്റ് പുറമ്പോക്ക് ഭൂമിയുണ്ട്. അവരത് അളക്കാതെ ഈ 2 ഏക്കർ മാത്രം അളക്കാതെ ഞങ്ങളെ ഒഴിപ്പിക്കാൻ പറ്റുന്നത്. ഇത് 2 ഏക്കറും പുറമ്പോക്ക് ഭൂമിയും പെട്ടതാ. ഞങ്ങൾ അവരുടെ ഭൂമിയിലല്ല കിടക്കണം. അവരുടെ ഭൂമി എവിടെ അവർ കണ്ടുപിടിക്കണം. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി തരില്ല. ഞങ്ങൾ മരിച്ചാലും ഇവിടുന്ന് ഇറങ്ങി തരില്ല. സുപ്രീം കോടതി 2 പേര് സമീപിച്ചിട്ടുള്ളൂ. സുപ്രീം കോടതി വിഷയം കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ആഴ്ചത്തെ സമയം പറഞ്ഞിട്ടുണ്ട്. അതാണ് പേപ്പർ അവർ കാണിച്ചിട്ട് അതുപോലും കമ്മീഷൻ സ്വീകരിക്കുന്നില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ട് എടുക്കാന്നുള്ള ഇത് വെച്ചിട്ടുണ്ട് സുപ്രീം കോടതി. പ്രതീക്ഷയുണ്ട്. നിങ്ങളെ മുൻപ് വിശദമായി കേട്ടിരുന്നില്ല എന്നുള്ള പരാതിയുണ്ട് കോടതി കേൾക്കാതെയാണ് ഈ വിധി കീഴ്ക്കോടതി വിധി നടപ്പിലാക്കിയിരിക്കുന്നത്. സുപ്രീം കോടതി എന്താണ് വിധിന്ന് കേട്ടിട്ടില്ല. തീർച്ചയായിട്ടും ഈ 8 കുടുംബങ്ങളെ കേൾക്കാതെയാണ് കോടതി. അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. വാഴക്കുളത്ത് വൻ പ്രതിഷേധമാണ് നടക്കുന്നത്.